നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. 2000 രൂപ വീതം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ സഹായം അത് അക്കൗണ്ടിലേക്ക് എത്തേണ്ട തീയതിയായിരുന്നു ഇന്ന് 25-ാം തീയതി. ധനവകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുൾപ്പെടെ മുൻകൂട്ടി ഇത് അറിയിച്ചതുമാണ്. അതായത് ഫെബ്രുവരി മാസം 25-ാം തീയതി മുതൽ 1050 കോടിയോളം രൂപ പെൻഷന് വേണ്ടി അനുവദിച്ച് ഇത് വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ സമയം ഇത്രയും പിന്നിട്ടിട്ടും ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരികയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുകയാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള അറിയിപ്പുകളാണ് നമ്മുടെ ചാനൽ വഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, 25-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു. എന്നാൽ ആ തുകയിൽ വിതരണത്തിൽ ഒരുപാട് തടസ്സം നേരിട്ടു. അതായത് സമയം അതിക്രമിച്ചിട്ടും വിതരണം നടന്നിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ നൽകിയ അറിയിപ്പ് അനുസരിച്ച് വിതരണത്തിലുണ്ടായ തടസ്സങ്ങൾ നീക്കി 26-ാം തീയതി മുതൽ വിതരണം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ 26-ാം തീയതി ചിലർക്കെങ്കിലും ആനുകൂല്യം മുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരാഴ്ചത്തോളം സമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പെൻഷൻ വിതരണത്തിന് വേണ്ടി ഒരാഴ്ചയോളം സമയം സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാവർക്കും പെൻഷൻ തുക അക്കൗണ്ടിലേക്കും കൈകളിലേക്കും കയറുന്നതാണ്. ഒരല്പം തുക വൈകുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ പരിഗണിച്ച് ഈ വിതരണം എത്രയും വേഗം പൂർത്തിയാക്കുകയും ചെയ്യുന്നതായിരിക്കും. 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സഹായം കൂടിയാണിത്. അപ്പോൾ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലൊക്കെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ തുക ബാങ്കിലേക്ക് കൈമാറി എന്നൊക്കെയുള്ള മെസ്സേജ് മുൻപ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു. ഇന്ന് പക്ഷേ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. ആ സമയത്താണ് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ അപ്ഡേഷനുകൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ഒരു മറുപടി ഈ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നാളെയോടെ വിതരണം ആരംഭിക്കും. തുകയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എല്ലാവർക്കും തന്നെ ആനുകൂല്യമുണ്ട്. അതായത് വ്യക്തിഗതമായിട്ടുണ്ടായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മൂലമല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും തന്നെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ തുക കയറാനും സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നമ്മളുടെ ചാനൽ വഴി തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.